ഋതുമോളുടെ 3rd ബർത്ത്ഡേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചെറിയ പ്രിപ്പറേഷൻസിലാണ്. അപ്പം ഞാനൊന്ന് സെറ്റാവാന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, 1-2 സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് സെറ്റാവാന്ന് വിചാരിച്ചു. എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും ഋതുവും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഋതുമോളുടെ പാദസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഋതുവിന് പാദസരം ഋതുവിൻ്റെ പാപ്പ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങിയാണ് നമ്മളിന്ന് അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഗോൾഡൊന്നും ഇടാൻ പറ്റില്ല, നമ്മളതും വലിയ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ജനതയിൽ പോയിട്ട് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ പാപ്പിനും മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഒരുങ്ങൽ ഇത് ഇതാണ് കേട്ടോ, വേറെ ഒന്നല്ല, ഒന്ന് മുടി വെട്ടാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിലും ഇവിടെ ചേട്ടൻ്റെ വീട്ടിലും അമ്മയും അച്ഛമ്മയും, അവിടെയാണെങ്കിൽ അമ്മയും എന്നെ ചീത്ത പറയുന്നൊരു കാര്യം മുടി വെട്ടുന്നതിനാണ് കേട്ടോ. എന്തിനാണ് ഈ മുടി വളർത്തുന്നത്, നീ എന്തിനാണ് ഈ മുടി വെട്ടുന്നത്, മൊട്ടടിക്കായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ എപ്പോഴും ചീത്ത പറയാറുണ്ട്. പിന്നെ ഋതു അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ചേച്ചിയായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലെങ്ത്തൊന്നും കുറയ്ക്കണ്ട, വീട്ടുകാർ പൊക്കാത്ത രീതിയിൽ വെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ലുക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആ വെട്ടണം എന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അന്ന് മുന്നേ കരാട്ടയും ചെയ്ത സമയത്ത് ഒരുവിധം മുടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് ഹെയർ ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി ഒപ്പം വെച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കില്ലേ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഭംഗിയൊക്കെ കൊണ്ട് പോയിട്ടോ. മുടി വല്ലാണ്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു, വല്ലാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തുമ്പ് കുറച്ച് കോഴിവാൽ പോലെ ആയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കിടക്കണം കാണാതെ വൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കയറ്റി വെട്ടിയാലും കുറച്ചൊന്നുള്ളത് കുറച്ച് തിക്നെസ്സിൽ തോന്നൂലോ എന്ന് വിചാരിച്ചു. സമയം അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു, 7:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചേച്ചി ഞാൻ വന്നതേ എന്ന് വിചാരിച്ചിട്ട് എന്നെ പോസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് മാക്സിമം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞാൽ അധികം സെറ്റാക്കാനൊന്നുമില്ല, നാളെ എന്തായാലും ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലൊരുക്കി പിന്നെ ഋതുവിന് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനായിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ട് ഋതുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ആളുടെ എക്സ്പ്രഷൻ കണ്ടോട്ടാ. ഭംഗിയുണ്ടോ നമ്മളെ മുടി വെട്ടിയത്? ഇല്ലേ മുടി വെട്ടിക്കേണ്ടി ചോദിച്ചിട്ട് ഭംഗിയുണ്ടോ? ഞാൻ ഉദ്ദേശിച്ച പോലെ ഏറെക്കുറെ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ചേട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായി ആൾക്ക് ഇഷ്ടമായിട്ടില്ല എന്ന്. ആളൊരുവിധം എല്ലാവരും എനിക്ക് സപ്പോർട്ടും മീൻസ് എല്ലാം നന്നായി പറയാനുള്ള ആളാണ്. ഇന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ സുഖം ഉണ്ടായിരുന്നില്ല. എക്സ്പ്രഷൻ എൻ്റെ മുഖത്താണോ? അരിയും ഇങ്ങനെ അരി ഉണ്ടാണ്ടക്ക് അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞു. എൻ്റെ അമ്മായിമ്മയ്ക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, ആൾക്ക് പെമ്പിള്ളേരെ കുറേ മുടി വേണം, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. പക്ഷേ അച്ഛമ്മ അതേ കേട്ടാ മുടി വെട്ടി മുടി കാണിച്ച് വെച്ചേക്കണം നോക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് അമ്മ പറഞ്ഞു തൊട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയാം, അതുകൊണ്ട് ഞാനൊന്നും പറയണില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഋതുവിൻ്റെ നാളേക്ക് സദ്യക്കുള്ള പരിപാടികളിലാണ് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ തൊലി കട്ട് ചെയ്യുന്നു, അങ്ങനെ ബാക്കിയുള്ളവർ അരിക്കുന്നു, അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. ഇതിലൊന്നും ബന്ധപ്പെടാണ്ട് അച്ഛൻ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അത് രാത്രി കോഴിയാണ്, രാത്രി ഇങ്ങനെ ലവളിച്ച തയ്ച്ചിട്ട് ഓരോ പോലെ നടക്കും, പകൽ കിടന്നുറങ്ങും, അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പിന്നെ അതേ മധു കഞ്ഞിക്കുട്ടിയിലായിട്ടുണ്ട്. അപ്പോൾ മോരെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഋതുവിന് കഞ്ഞിയാണെന്ന് പറഞ്ഞിട്ട് ഋതു കുറച്ച് മോരൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. ഇത് ഓൾറെഡി കഷ്ണങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് അവിയലിക്കുള്ള കഷ്ണങ്ങളായിരുന്നു. പിന്നെ അടിമുടിയൊക്കെ എടുത്ത് ഞങ്ങൾ സാമ്പാറിലേക്ക് തട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഈ കാര്യപ്പെട്ട പണിയതാണ് കേട്ടോ മധു. അരിഞ്ഞ കഷ്ണം പിന്നെയും പിടിച്ചരിയുന്നു. എല്ലാ പരിപാടിക്കും ഇതുപോലെ തലേദിവസം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ രാവിലെ കുറച്ചുകൂടി എളുപ്പമായില്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഇനി ബാക്കി പരിപാടി നാളെയാണ് കേട്ടോ. ഞാൻ നേരത്തെ അലാറൊക്കെ വെച്ച് എണീറ്റുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റ് വരുമ്പോൾ അമ്മ ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കായിരുന്നു. പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് തലേസം വരണതാണ്, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ചായ ഉണ്ടാക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചാണ്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനൊരു പാൽ ചായയൊക്കെ ഉണ്ടാക്കിയിരുന്നു. എനിക്കാണെങ്കിൽ രാവിലെ പല്ല് തേച്ച വശം കുറച്ച് ചായ വേണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ക്ലീനിങ് പരിപാടി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, വർക്കുള്ളതുകൊണ്ട് ഇതൊക്കെ പെൻഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് ഇത് തന്നെയായിരുന്നു. കിച്ചണിൽ ഓൾറെഡി കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ മാക്സിമം അമ്മ നോക്കുന്നു വിചാരിച്ചു. അങ്ങനെ ഇതേ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യൽ പരിപാടിയിലായിരുന്നു. കുറച്ചധികം ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അധികം ദിവസത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ ഗ്ലാസും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്തു. അടുത്ത സ്പോട്ട് ടി വി സ്റ്റാൻഡിൻ്റെ അവിടെയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഏരിയ എല്ലാവരുടെ കയ്യും ചെന്നെത്തി നമ്മുടെ എല്ലാവരുടെ ആക്രി സാധനങ്ങളും കൊണ്ട് തട്ടുന്ന ഒരു സ്ഥലം. കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറേ ന്യൂസ് പേപ്പർ, ഞാൻ മാത്രമായിട്ട് പേപ്പർ വായിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും കൊടുന്ന് അവിടെ കൊടുന്ന് തട്ടും. അങ്ങനെ എല്ലാവരും കൂടിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഞാൻ ക്ലീൻ ചെയ്ത കുറേ ഡോളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധം ഞാൻ ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷോക്കേസ് ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല, രാവിലെ എണീറ്റ് കുട്ടി അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധം ഞാൻ ഇവിടുത്തെ സാവര ജംഗമ വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റി ഇറക്കുക കുഴപ്പമില്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റൂമാണ് കേട്ടോ. ഈ ഫ്ലവറൊക്കെ ഇവിടെ ഇരുന്നിട്ട് പൊടി പിടിച്ചൊരു വിധം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ കർട്ടണൊക്കെ നീട്ടി പൊടിയൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാനൊക്കെ ഒന്ന് തുടച്ചു. ടോട്ടലി ഞാനൊന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട്. ഋതു അമ്പലത്തിൽ പോയി റെഡി ആയിട്ടുണ്ട്. ഋതുവിൻ്റെ മാമേൻ്റെ ഋതുവിനെ റെഡി ആക്കിയത്. ഞാൻ പീരീഡ്സ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഋതുവിനെ തൊടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ അച്ഛനും മോളും കൂടി അമ്പലത്തിൽ പോവാണ് കേട്ടോ. സുട്ടാ എവിടെ പോണത് നോക്കട്ടെ. ഇപ്പൊ എന്നാ കുട്ടീനെ ഹാപ്പി ബർത്ത്ഡേ. Sabi lagi, Sami. അമ്പലത്തിൽ പോയി അച്ഛനും മോളും ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഋതുവിന് വേഗം ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേറെ അല്ലറ ചില പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പോലെ ഋതുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ തൃശ്ശൂർ പോയിട്ട് കുറേ പൊതിച്ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇക്കൊല്ലം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൊതിച്ചോറ് കൊടുക്കാനായിട്ടുള്ള ഭക്ഷണം കൂടി കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ചുറ്റു കേട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഋതുവിനെ കയ്യിലൊന്നും എടുത്തത്. അമ്പലത്തെ പോകണോണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മ ഈ പറമ്പിൽ ഇറങ്ങിയിട്ട് വാഴയുടെ ഇലയൊക്കെ പൊട്ടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് കൊണ്ടുപോകാനും കൂടിയിട്ടുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇല വാട്ടി ചോറാക്കി പൊതിഞ്ഞ് വന്ന് തൃശ്ശൂർ കൊണ്ടുകൊടുക്കാൻ പോയിട്ട് വരുമ്പോഴേക്കും അവരുടെ ഭക്ഷണത്തിൻ്റെ സമയം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ആര്യമ്പാടത്ത് പോയിട്ട് ഇവർ മറ്റേ ഷീറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നില്ലേ ചോറ് പൊതിയുന്നത്, അത് വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മ പഠിക്കണോ? ഓമ്പോ കണ്ടു കാണാണ്ടോ? ആരാ ഇവിടെ കൊടുന്ന് വെച്ചാൽ ഞാൻ വലിയ കുട്ടിയെ ഞാൻ തന്നെ എടുത്തോണ്ട് പറഞ്ഞേ. ഞങ്ങൾ ഋതുവിന് ഭക്ഷണം കൊടുത്തു. ഞങ്ങളൊക്കെ കൂട്ടിയിരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ പൊതിയുള്ള പരിപാടിയിൽ കടന്നിട്ടുണ്ടായിരുന്നു. വേഗം ആക്കാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വട്ടം ലേറ്റ് ആക്കരുതെന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേരും നന്ദനും കൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ചടപടാന്ന് തീർക്കാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. പിന്നെ മധു അമ്പലത്തിൽ പോയിട്ട് എത്തിയിട്ടില്ല. കഴിഞ്ഞ വട്ടം നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് തൃശ്ശൂർക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ നടക്കാൻ പറ്റാതിരിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴൊന്നും അവിടെ അങ്ങനെയുള്ള കുറേ പേരൊന്നും കണ്ടില്ല. ആ കുറച്ച് പേരുണ്ടായിരുന്നു. അവരെടുത്ത് പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ എത്തുന്ന സമയത്ത്. ഞാനും അമ്മയും അച്ഛനും ഋതുവും ചേട്ടനും ഞങ്ങൾ 5 പേരുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് ഓരോരുത്തരും ഓരോ സൈഡിൽ നോക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് ആൾക്കാരുള്ളതെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരെടുത്ത് പോയി. അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പാവം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛനാണ് കേട്ടോ പോയി ചോദിച്ചത് ഭക്ഷണം വേണോ ചോദിച്ചപ്പോൾ അവർ ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഒരു 10-12 പൊതിയാണ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പപ്പടവും ഒക്കെ വേറെ സെപ്പറേറ്റ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളിലുണ്ടായിരുന്ന ചോറിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്ന പൊതിച്ചോറ് നമ്മൾ അവർക്ക് കൊടുത്തു. ബാക്കി കയ്യിലുണ്ടായിരുന്ന ഫുൾ പപ്പടവും കറികളും പായസം എല്ലാം ഞങ്ങൾ കവറിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ തീരെ നടക്കാൻ പറ്റാതിരിക്കുന്നവരിൽ അവരാണ് ശരിക്കും ഇങ്ങനെയുള്ളതൊക്കെ ഡിസർവ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മ പറഞ്ഞു അങ്ങനെയല്ല, വിശക്കുന്നവരാരാണോ അവരാണിത് ഡിസേർവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സത്യമായിരുന്നു കേട്ടോ. അതിലൊരാൾ കരഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ലോങ്ങിൽ നിന്ന് ഇവിടുന്ന് വരുമായിരുന്നു, തൃശ്ശൂർ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് എന്തോ പണിക്ക് വേണ്ടി വന്നവരായിരുന്നു. ബസ് ഫെയർ മാത്രം കൈ പിടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല. ഇന്നത്തെ വർക്കാണെങ്കിൽ കിട്ടുകയും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആൾ കരഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അമ്മ പറഞ്ഞത് ശരിക്കും വിശക്കുന്നവരാരാണോ അവരാണ് ശരിക്കും ഇത് ഡിസേർവ് ചെയ്യണേന്ന്. സത്യമായിരുന്നു കേട്ടോ. ഋതുവിൻ്റെ 2nd ബർത്ത്ഡേക്കാണ് കേട്ടോ ഞങ്ങൾ ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വട്ടം ഞങ്ങൾ കൊടുത്തു. ഈ വട്ടം കഴിയുകയാണെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ എണ്ണം കുറച്ചിട്ടൊന്നുമില്ല, പറ്റണ പോലെ നമ്മൾ ഇപ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതുവിന് സെയിം ഏജിലുള്ളവരെ അല്ലെങ്കിൽ ചേച്ചിമാരെ കുട്ടികളെന്നൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഓർഫണേജിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അടുത്തൊരു കൊളീഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരിക്കലും നല്ലൊരു ഐഡിയ അല്ല എന്നുള്ളത്. ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കറക്റ്റാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, അവർക്ക് ആ ഓർഫനേജിലുള്ള കുട്ടികൾക്ക് പലർക്കും അമ്മയും അച്ഛനുള്ളവരായിരിക്കും, അവർക്ക് അറിയാത്തവരായിരിക്കും, മേ ബി അറിയാവുന്നവരായിരിക്കും. അവർ വല്ലപ്പോഴൊക്കെ സാഹചര്യം കൊണ്ട് അവിടെ കൊടുന്നാക്കി വല്ലപ്പോഴൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നവരൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരുടെ മനസ്സിൽ ഇവൾ ഋതു ഇങ്ങനെ അമ്മയും അച്ഛനും കൊണ്ട് വരുന്നു, അപ്പോൾ അവർക്ക് ഒരു അമ്മയും അച്ഛനുണ്ടെങ്കിൽ അവരിങ്ങനെ ആഘോഷിച്ചിരുന്നില്ലേ എന്നൊക്കെ അവരുടെ മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അതും എനിക്കൊരു
ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. നമ്മളുടെ മക്കളുടെ ഹാപ്പിനെസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അവിടെയുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയും കൂടി നമ്മൾ ചിന്തിക്കേണ്ടല്ലേ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറുകളൊക്കെ സെറ്റാക്കി ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കി ഇത് വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും അച്ഛനും അമ്മയും. അച്ഛന് പിന്നെ ഇങ്ങനെ ആൾക്കാരെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. റോട്ട് കൂടെ പോകണം പലരും അച്ഛൻ വിളിച്ചിട്ട് അച്ഛനെല്ലാം അച്ഛമ്മയിലും വിളിച്ച് ചോറ് കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഒരു കൊറോണ സമയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ കള്ളന്മാരുടെ ഒരു ഇതൊക്കെ ഉണ്ട്. അവരങ്ങനെ ആയി എന്നല്ല, പക്ഷെ നമുക്കൊരു പേടിയാണല്ലോ. വീട്ടിൽ ഉണ്ണിയുണ്ട്, വയസ്സായവരുണ്ട്. അപ്പോൾ അച്ഛന് ഭയങ്കര കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അച്ഛൻ ഓടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കഴിക്കുന്നതിന് മുന്നേ ഈ ചോറ് അവരുടെ കയ്യിൽ എത്തിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പം ഞങ്ങൾ ഭയങ്കര സ്പീഡിലാണ് തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മമാർക്കും ചോറ് കൊടുക്കാൻ പോവുക അവര്, പാവങ്ങൾക്ക് ഇത്തിരി ചോറ് കൊടുക്കാൻ പോവുക. ഇതിന്റെ പെരുന്നാളെന്ന് പറഞ്ഞ ഇതിന്റെ. അങ്ങനെ ഞങ്ങൾ റൗണ്ടിൽ കൂടെ പോണ സമയത്ത് അവിടെ ഒരു അച്ചാച്ചനെ കണ്ടപ്പോൾ ഞാനും അച്ഛനും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പൊതിച്ചോറ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൈപിടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ നിൽക്കുന്ന ചേട്ടന് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആൾ മെൻ്റലി ഓക്കെ അല്ല. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത് പോകാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറച്ചും കൂടി നീങ്ങുന്നായിരുന്നോളാം പറഞ്ഞു. ഭാഗ്യത്തിന് ആൾ തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പാവം അച്ചാച്ചൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആൾ രാത്രി കഴിക്കാനാണെന്ന് തോന്നുന്നു കയ്യിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആൾക്ക് എന്തോ മരുന്ന് കഴിക്കാനുണ്ട്, കയ്യിൽ പൈസ ഉണ്ടോ ചോദിച്ചു. ഞാനാണെങ്കിൽ എല്ലായിടത്തും ഗൂഗിൾ പേ ഉണ്ടല്ലോ, പിന്നെ ഫോൺ കൈ പിടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മരുന്നിൻ്റെ പേര് പോലും അച്ചാച്ചന് ബൈ ഹാർട്ടായിരുന്നു കേട്ടോ. ആൾ ആ മരുന്നിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പറയിട്ടുണ്ടായിരുന്നത്. വെറും 3 രൂപയാണ് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇനി റോഡ് ക്രോസ് ചെയ്ത് പോയിട്ട് വേണം എടുത്ത് വരാനായിട്ട്. ഭാഗ്യത്തിന് അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, പോക്കറ്റിലുണ്ടായിരുന്ന പൈസ അച്ഛെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മരുന്ന് എന്താ അച്ഛൻ വാങ്ങിക്കോളാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേട്ടന്മാർക്ക് ഭക്ഷണം വേണോ ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് 2 പേർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ കേട്ടോ. ഞാൻ അച്ഛനും കൂടി അവിടെ നിന്ന് മെല്ലെ തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്നുകൂടി റൗണ്ട് അടിച്ച് വന്നപ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാരെ കണ്ടു കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ചെറുപ്പക്കാരായിട്ട് തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും ആ വേണ്ടി വരില്ല, കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒരാളുടെ അടുത്ത് ചോറ് വേണോ ചോദിച്ചപ്പോൾ ആൾ റോഡ് ക്രോസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആൾ കാലിന് എന്ത് വയ്യാത്തൊരാളും കൂടിയായിരുന്നു കേട്ടോ. ആളൊരാൾ വരുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകൾ കൊച്ചും കുത്തിയിട്ടൊക്കെ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായിട്ടുണ്ട്. ആ കാണുന്ന ചേട്ടന് അച്ഛൻ ചോറ് കൊണ്ടുകൊടുത്തപ്പോൾ ആ ചേട്ടൻ സങ്കടത്തോടെ കരയുന്നുണ്ടായിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞു എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ചോറ് കൊടുക്കണം കണ്ടപ്പോൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ചേട്ടന്മാരൊക്കെ റോഡ് ക്രോസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അവർക്ക് കുറേ പേര് നടക്കാൻ വയ്യാത്തവരായിരുന്നു കേട്ടോ. കാലുകൊണ്ട് കൊച്ചും കുത്തിയിട്ടും എങ്ങനെയൊക്കെയോ അവർ കഷ്ടപ്പെട്ട് നടന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടാന്ന് പറഞ്ഞപ്പോൾ അവർ വിശപ്പിൻ്റെ അതുകൊണ്ടാണോ എന്നറിയില്ല, അവർ മീൻസ് നമുക്കങ്ങനെ ഭക്ഷണമൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരാൾ കൊടുന്ന് വരുമ്പോൾ നമ്മൾ അവർ അങ്ങോട്ട് പോകുള്ളൂ, അതുകൊണ്ടാണോ എന്നറിയില്ല. ഭയങ്കര കുളമായിട്ട് വരുന്നുണ്ടായിരുന്നു. അച്ഛൻ വേഗം റോഡ് ക്രോസ് ചെയ്താണ് കാണിച്ചതിൻ്റെ കടക്കുന്നോട് കൂടിയിട്ട് അവർ മുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കൊടുത്തത്. ഞാൻ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ചാനലിലോന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കയ്യിലുണ്ടായിരുന്ന ഫുഡ് ഫുൾ അവിടെ കൊടുത്തിട്ട്, പക്ഷേ പപ്പടം കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആകെ എന്തോ വിഷമമായിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വെച്ചതായിരുന്നു, പക്ഷെ മറന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ ബെഡ്ഷീറ്റും കൂടി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിലേക്ക് ഒരു ബെഡ്ഷീറ്റ് മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓക്കെ എന്ന് വിചാരിച്ചു. ഒരെണ്ണം ഞങ്ങളുടെ റൂമിലേക്ക് പറഞ്ഞാൽ മധുവിൻ്റെ റൂമിലേക്ക് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയിട്ട് അനിയത്തിനെയും പേരക്കുട്ടികളൊക്കെ കൊണ്ടുവരാനായിട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ ചിക്കൻ വാങ്ങി വീട്ടിൽ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ടെത്തിയ ചെറിയൊരു പരിപാടി ഉണ്ട്, അധികം പേരൊന്നുമില്ല, കുറച്ച് പേരായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി തിരിച്ച് വരുന്ന വഴിക്ക് ഞാനായിട്ട് കുറച്ച് വണ്ടി എടുത്തേ. ഒരു കോൺഫറൻസ് കുറവുണ്ട്, അതുകൊണ്ട് ചെറിയ റോഡ്, തിരക്കില്ലാത്ത റോഡ്, പിന്നെ നൈറ്റ് ടൈമൊക്കെ ആണെങ്കിലാണ് ഞാൻ എടുക്കുന്നുള്ളൂ, ഒന്ന് സെറ്റ് ആവാനുണ്ട് കേട്ടോ. അപ്പോൾ ആരുമ്പാട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ വീട്ടിലെത്തിച്ച് കൊടുത്തിട്ട് ഇനി ആ പിള്ളേരെ കൊണ്ടുവരാനായിട്ട് പോവാണ് കേട്ടോ. ഇവർ വരില്ല എന്ന് പറഞ്ഞിരിക്കുകയെന്ന് കേട്ടോ. പിള്ളേർക്ക് 2 പേർക്കും പനിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരെത്താറുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളും എത്താറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. നമ്മുടെ അച്ഛൻ മുന്നിൽ കൊണ്ട് വരുന്നുണ്ട്. 2 പേർക്കും ചുമയുടെ ഡാമയ്ക്ക് നല്ല രീതിയിൽ ചുമയും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു സ്നേഹം പോലെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ വിളിച്ചിട്ട് ഇങ്ങനെ വരാതിരിക്കുക എന്നുള്ള മട്ടിൽ ഞങ്ങൾ പോയിട്ട് കൊടുന്നതാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ പിള്ളേർപ്പടെ സെറ്റായിട്ടുണ്ടായിരുന്നു. ആമയും തെച്ചും ഋതുവും ഒക്കെ കൂടി പ്ലേ മോഡാണ് കേട്ടോ. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി ദേ വന്ന് പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട്. ചിക്കൻ കഴുകുന്ന പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മെല്ലെ മെല്ലെ ഓരോരുത്തരായിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കെട്ടുവിന് തീരെ താല്പര്യമില്ലാത്ത പരിപാടിയാണ് കേട്ടോ. ഇവിടുത്തെ സബോള ഇൻവിസിബിൾ ആണ് ഗൈസ്.
കുട്ടേൻ്റെ ഇടയിൽ മാത്രം കിട്ടുന്ന ഇൻവിസിബിൾ സബോളയാണ് അവൾ അറിഞ്ഞുകൊണ്ടിരിക്കണേ. എന്താ കാണിക്കുന്നു വെള്ളം കളിക്കോടുന്നല്ലേ നല്ല ദോശ കണ്ടിട്ടാ എനിക്ക് ദോശയൊക്കെ ഭർത്താവ് അഹങ്കാരം ഋതു അഹങ്കാരം വൈകുന്നേരം മുളച്ചിട്ടാ 3 പേരിട്ടേക്ക് അപകടമാണത്. ഇങ്ങനെ ഏണ് മാത്രം തോല് പൊളിക്കണ്ട. തോല് ഡ്രസ്സല്ലേ തോല് പൊളിക്കണ്ട. തോല് കൊടുക്കണേന്ന് എനിക്ക് വേണ്ടേ. ദോശ വേണ എന്താ വേണ്ടേ? എന്ത് ശേഷാലും വേണ്ടെന്നാണല്ലോ പറയണേ. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ സാമ്പാർ അല്ല ഇവിടേക്കനെ കുഴപ്പമില്ല. കാണാലോ മറ്റേ ഇടക്കിടയ്ക്ക് ചോദിക്കാം അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോന്ന്. അപ്പോൾ തലണ്ടാവില്ല ഇതോട്ടോ ഒരാളുടെ ചോറിനുള്ള ഇതിനോട് കളഞ്ഞില്ലല്ലോ. നീ അടുത്തത് നീ തന്നെ ഉണ്ടായിക്കോ. നല്ല കുട്ടി നന്നായി കഴിച്ചിട്ടുണ്ട് മിക്സ് ചേച്ചിട്ടോ. നല്ല മാത്രം ചേച്ചി നോക്കുന്നു. അവിടെ 2 മതി തോന്നുന്നുണ്ട്. ദോശയാണോ? ഇതൊന്നും ചൂടാക്കില്ല വേണ്ടോ. ദോശ കുട്ടാപ്പ ഇഷ്ടണ്ടാവും. ചൂടായ പോരെ. മുട്ടിക്കല കിട്ടോ. Make it bigger than. കമ്മിറ്റിയിൽ കയ്യിലുണ്ടോ? കയ്യിൽ മാത്രം ചിത്ത വേറെ കുഴപ്പമുണ്ട്. എനിക്ക് റോളില്ല കേട്ടോ. പിന്നെ പറഞ്ഞാലും വലിയ എന്താ ഋതുവോ? മഞ്ഞല്ലേ മഞ്ഞു കൂടാരം വെച്ച. നിങ്ങൾ തെരഞ്ഞോണ്ടിരുന്ന ആളിവിടെ ഉണ്ട്. നിങ്ങൾ തെരഞ്ഞോണ്ടിരുന്ന ആളിവിടെ ഉണ്ട്.
അങ്ങനെ ഞങ്ങളുടെ അടുക്കള പരിപാടി കഴിയുമ്പോൾ ഏറെക്കുറെ രാത്രി കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും എത്തിയിട്ട് ഞാൻ കുളിച്ചിട്ടില്ല. അത് ചേട്ടൻ്റെ ഫ്രണ്ട് വിഷ്ണു ചേട്ടൻ അഞ്ചു ചേച്ചിയാണ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും വഴി വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും കിച്ചണിലെ പരിപാടി അവസാനിക്കുമ്പോൾ നേരമായിട്ട് എല്ലാവരും വന്നിട്ട് ഞാൻ കുളിക്കാൻ പോകാറില്ല. പിന്നെ ഇത് നമ്മുടെ സഞ്ജു അവൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവരും എത്തിയപ്പോൾ ഞാൻ ഈ അപ്രോണം കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഏറെക്കുറെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ നേരത്ത് കുട്ടിയുടെ അമ്മയ്ക്ക് ഈ നേരത്താണ് മേക്കപ്പ് ചെയ്യാൻ കണ്ടത്. കേക്ക് മുറിക്കുന്ന നേരത്താണ് കുട്ടിയുടെ അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ സമയം ഡോറയുടെ സ്റ്റിക്കർ മാത്രമല്ലോ കേട്ടോ. ആമീ തരുമോ പണിയെടുക്കുന്ന വിഷ്ണു. ആകെ കൂറവേഷം നടക്കുന്നത് ഇവിടെ ഉള്ളൊരു മാത്രമല്ലോ അല്ലേ. മധു ദുബായിലായതിൻ്റെ ഇവിടുത്തെ പരിപാടികൾക്കൊന്നും അവൻ ഉണ്ടാവാറില്ല കേട്ടോ. എന്തിനു പറയുന്നു, ഞങ്ങളുടെ കല്യാണത്തിന് പോലും അവൻ ഉണ്ടായിരുന്നില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് അവൻ ആ സമയത്ത് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ 7ാം മാസത്തിൽ കൂട്ടി കൊണ്ടുപോകുന്ന പരിപാടിക്ക് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒന്നിനും അവൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഋതുവിൻ്റെ 3rd ബർത്ത്ഡേക്ക് ഇവൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 19 ആളുടെ ഒരു ചെറിയൊരു പരിപാടി ഞങ്ങൾ ആഘോഷിക്കേണ്ട ചെയ്തത്. കയ്യെടുത്ത് കൊടുക്കും. ഇപ്പഴത്തെ കയ്യിൽ പിടിച്ച കൊടുത്ത ഞാൻ മുറിക്കട്ടെ ഇത് ഇനി വേണോ? തരാം കേക്ക് തരാൻ വരാൻ പറ. വലിയ പരിപാടിയുടെ ഇടയിൽ ഞങ്ങൾക്കൊന്ന് സംതൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് ലേഡീസിനായിട്ട് മറ്റേ മധുരമുള്ള ആൽക്കഹോളില്ലാത്ത മറ്റേ ഫ്രൂട്ടിൻ്റെ വൈനില്ലേ, ആ സാധനം ചേട്ടൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കയ്പൂല്ല ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒരു രസത്തിന് ഇങ്ങനെ കുടിച്ച് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കലാണ്. അപ്പോൾ ഇവിടുത്തെ ഏറെക്കുറെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളിത് മാഷൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെയറൊക്കെ ചുറ്റോറം വളച്ചിട്ടുണ്ട്. പിന്നെ അതേ ആൾക്കാരൊന്നുമില്ല, ഇവിടെ എടുത്ത് കൊടുക്കാനുള്ളത് തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഫുഡൊക്കെ നമ്മൾ തന്നെ സെറ്റാക്കിയതായതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് അടുത്ത് നിന്നിട്ട് നമുക്ക് കഴിക്കാനുള്ള വലിയ ഗുമ്മൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഫുഡിനെ പറ്റി ആരും കുറ്റൊന്നും പറഞ്ഞില്ല, നല്ലതാണെന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പോണത് എൻ്റെ വീട്ടുകാരാണ് കേട്ടോ. ഫ്ലൈങ് കീസൊക്കെ കൊടുക്കുന്നുണ്ട്. സുമു ചൂലൊക്കെ എടുത്തിട്ടേ കഥയൊക്കെ പറഞ്ഞു തരും കേട്ടോ. അല്ല ഡ്രൈവർ വന്നിട്ടില്ലല്ലോ.
അങ്ങനെ അമ്മയും ഷാരൂനും കണ്ണനും യാത്രയായിട്ടോ. അമ്മയും കണ്ണനും മാത്രമുള്ള ബൈക്കിലാണ് വരാറുള്ളൂ. അപ്പോൾ ഷാരൂന് വരേണ്ട കാരണം ഓട്ടോ വിളിച്ച് വന്നാണ്ട്. പിന്നെ ഈ കുട്ടി കുറേ സമയം പോസ്റ്റായി. അപ്പോൾ അവരെ ഞാൻ ഏറെക്കുറെ സമയമായപ്പോൾ, അതായത് എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ, ഏറെക്കുറെ അത്യാവശ്യം സമയമായിട്ടുണ്ട്. അവരെ ഞാൻ മെല്ലെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് നാളെ ജോലിക്ക് പോകണം, അനിയനായിരിക്കും നാളെ പോകണമല്ലോ. അപ്പോൾ ഞാൻ അവരെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റുള്ളൊരു വൃത്തിയാക്കലുണ്ടല്ലോ, അപ്പുറം ഒരെണ്ണം കാണാണ്ടായിരുന്നില്ല. ഞാൻ ചേട്ടൻ്റെ ഒരു ടർക്കി പഴയതുണ്ടായിരുന്നു, അതൊന്നും എടുത്ത് മേലെ ചുറ്റി പാത്രം നന്ദനം കഴുകാമെന്ന് പറഞ്ഞാൽ അവൾ കഴുകണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാധച്ചമ്മ ഉണ്ടായിരുന്നു, അതായത് അച്ഛമ്മ അനിയത്തില്ലേ, ആ മിടച്ചമ്മ, ആൾ അത്യാവശ്യം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ആൾ അത്യാവശ്യം വീട് ക്ലീനിങ്ങിനും പാത്രം കഴുകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കുറേ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും ആൾ കേൾക്കില്ല. അവിടുത്തെ ഒരു ഇതായിട്ട് ഞാൻ റൂമിലേക്ക് വന്നിട്ടോ. റൂമിൽ ഋതുവിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ പൊളിച്ച് പെട്ടി അതൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഋതുവിന് ഇന്ന് കിട്ടിയ ഡ്രസ്സുകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഋതുവിന് ഒരു മാമൻ കൊടുന്നു കൊടുത്തതാണ് കേട്ടോ, അതായത് നന്ദനയുടെ ഒരു ബ്രദർ കൊടുന്നു കൊടുത്തതായിരുന്നു. അപ്പോൾ ഇത് ഋതുവിൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത ബാത്ത് ടബായിരുന്നു. കുറേ നാളായി കുളിക്കുന്ന സാധനം വേണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ അതും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ആൾക്ക് വേണ്ടതൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്ര ഗ്രാൻഡൊന്നും അല്ലല്ലോ. അങ്ങനെ ഇത് റൂം ഒരു തലങ്കോല. അങ്ങനെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.